iQOO 12 സീരീസ് ലോഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അതുപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ആ ഒരു രീതിയിലാണ് ആ ഒരു മോഡൽ അവർ ലോഞ്ച് ചെയ്തത്. ബട്ട് 2024 iQOOൻ്റെ സൈഡിൽ നിന്ന് മിഡ് റേഞ്ച് കാറ്റഗറിയിൽ നോക്കുന്ന സമയത്ത് iQOO Neo 9 സീരീസ് ലോഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡലായിരിക്കും അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് കില്ലർ പെർഫോമൻസും കാര്യങ്ങളും തരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും, അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2024 iQOO ഡിസൈനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുറേ അധികം മാറ്റങ്ങളും കാര്യങ്ങളുണ്ട്. പ്രീവിയസ് മോഡൽ നോക്കുകയാണെങ്കിൽ അവർ ആ ഒരു വർഷം മുഴുവനും ഒരേ ടൈപ്പ് കളർ വേരിയൻറ്റും അതുപോലെ ഒരേ ഡിസൈൻ പാറ്റേൺസും കാര്യങ്ങളായിരുന്നു. അവരുടെ മിഡ് റേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺസ് ആയിക്കോട്ടെ, ആ ഒരു രീതിയിലായിരുന്നു അവരുടെ ഡിസൈൻ പാറ്റേൺ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ 2024 വരുന്ന സമയത്ത് ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളാണ് iQOO എടുത്തിരിക്കുന്നത്. നിങ്ങൾ iQOO 12 നോക്കിക്കഴിഞ്ഞാൽ iQOO പ്രീവിയസ് വെർഷനായുള്ള 11 വെച്ച് പോകുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന ഈ ഒരു iQOO Neo 9 സീരീസ് ഉണ്ടല്ലോ, അതിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ പ്രീവിയസ് മോഡൽസ് iQOO Neo 7 ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് മോഡൽസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും, ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കളർ തീമും അല്ലെങ്കിൽ അതേ ഒരു സെയിം ഡിസൈൻ പാറ്റേൺസും കാര്യങ്ങളായിരുന്നു. ബട്ട് ഈ ഒരു മോഡൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺസിലേക്ക് വന്നിട്ടുണ്ട്. ലെതറും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത്, പക്ഷേ ഡുവൽ ടോണുള്ള ആ ഒരു ലെതർ ഡിസൈൻ കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു iQOO Neo 9 നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് മോഡലായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. ഇതിന് വേറെ കളർ വേരിയൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ടോട്ടൽ 3 കളേഴ്സാണ് വരുന്നത്. ഈ ഒരു റെഡും അതുപോലെ വൈറ്റും കൂടെ വരുന്ന ആ ലെതർ ഫിനിഷുള്ള മോഡൽ, അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ഒരു ബ്ലൂവും ബ്ലാക്കും നമുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടാവില്ല, മറിച്ച് ഈ ഒരു റെഡും വൈറ്റുള്ള ആ ഒരു ലെതർ ഫിനിഷുള്ള മോഡലായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നതെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും നമ്മുടെ പ്രീവിയസ് ഇയറിലെ ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഈ ഒരു ഡിസൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം നിങ്ങൾക്കിപ്പം മറ്റേ കഴിഞ്ഞ വർഷത്തെ ഇയറിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മളതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവലായുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്സെറ്റും കാര്യങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു കിടിലൻ ചിപ്സെറ്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു, അതായത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു ചിപ്സെറ്റ് കാര്യങ്ങളാണ് വന്നിരുന്നത്. അപ്പം ആ ഒരു ചിപ്സെറ്റാണ് നമ്മുടെ ഈ ഒരു മിഡ് റേഞ്ച് ആയുള്ള മോഡലിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുക. 2 റാം വേരിയൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് 12 GB 16 GB റാം വേരിയൻസ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. LPDDR5Xൻ്റെ റാമാണ് വരുന്നത്. നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇതൊരു മിഡ് റേഞ്ച് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 1 TB കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. എങ്കിലും നമുക്ക് 256 GB സ്റ്റോറേജ് വേരിയൻ്റ് ഓപ്ഷൻ വരെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ UFS 4.0 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളും വരുന്നത്. 1.5K ഡിസ്പ്ലേയും കാര്യങ്ങളാണ് വരുന്നത്. ഇതും 1080p വെച്ച് കാണുന്ന സമയത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഫുൾ HD പ്ലസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് നമുക്കിതിനകത്ത് AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 120 Hz അല്ല, 144 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള FunTouch OS 14 കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല 50 MP ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. വിത്ത് സെൻസറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് Sony IMX 920 എന്ന് പറയുന്ന ആ ഒരു സെൻസറും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. OISും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 16 MP സെൽഫി ക്യാമറ ആയിരിക്കും വരുന്നത്. 4K 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5160 mAh ബാറ്ററിയും അതുപോലെ നമുക്കിനകത്ത് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു കിടിലൻ ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറയാണ് വരുന്നത്. അത് മാത്രമല്ല നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. ഒരു കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം മിഡ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും iQOOൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് ഫെബ്രുവരിയിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു കളർ ഓപ്ഷൻ നമുക്ക് ഈ ഒരു റെഡ് മോഡൽ ഇന്ത്യയിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പം അവരെന്തെങ്കിലും ഫാൻ എഡിഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞുകൊണ്ട് ചിലപ്പം മറ്റ് 2 കളറും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് തരുമായിരിക്കും. എന്ത് തന്നെയാലും എനിക്ക് ആ ഒരു കളറും കൂടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നും. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തിനായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത മാസം വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് തരാം, അതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.